കെ.പി.സി.സി അധ്യക്ഷനായി കെ. സുധാകരൻ വീണ്ടും ചുമതലയേറ്റു. രാവിലെ 10:30 കെ.പി.സി.സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലെത്തിയാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. ചുമതല ഏറ്റെടുക്കും മുൻപ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയെ അദ്ദേഹം വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. ചുമതല നിർവഹിച്ചിരുന്ന എം. ഹസന്റെ അസാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. അധ്യക്ഷന്റെ താൽക്കാലിക ചുമതലയിലിരിക്കെ എം. ഹസൻ എടുത്ത ചില തീരുമാനങ്ങൾ ആലോചനയില്ലാതെയാണെന്ന് കെ. സുധാകരൻ വിമർശിച്ചു. എം. ലത്തീഫിനെ തിരിച്ചെടുത്തതിനെതിരെ പരാതി കിട്ടിയെന്നും കെ. സുധാകരൻ പറഞ്ഞു. പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ അസാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സുധാകരന്റെ മടക്കം നീണ്ടത് വിവാദമായിരുന്നു. ഫലം വന്നതിനു ശേഷമാണ് മടക്കമെന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ ആദ്യ നിലപാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകേണ്ടി വന്നതിനെ തുടർന്നാണ് സുധാകരൻ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്ക് മാറി നിന്നത്. താൽക്കാലിക പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത എം. ഹസൻ തെരഞ്ഞെടുപ്പിന് ശേഷവും ചുമതലയിൽ നിന്ന് ഒഴിയാത്തത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഹൈക്കമാൻഡ് ഇടപെട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സുധാകരൻ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത്. സുധാകരനെതിരെ സംസ്ഥാനത്തു നിന്നും എതിർപ്പുയർന്ന സാഹചര്യത്തിൽ ഫലം വരുന്നതുവരെ കാത്തിരിക്കണമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. എന്നാൽ കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന സുധാകരന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഒടുവിൽ ഹൈക്കമാൻഡ് ചുമതലയേൽക്കാൻ അനുമതി നൽകിയത്. വിവാദം അവസാനിപ്പിക്കാൻ എ.ഐ.സി.സി ഇടപെടുകയായിരുന്നു. അതേസമയം കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം തനിക്ക് തരേണ്ട കാര്യമില്ലെന്നും പോയി ഒപ്പിട്ടെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ഒരു തന്ത്രവും ആരും മെനയുന്നില്ല, തനിക്ക് ആരോടും ഒരു പരാതിയുമില്ലെന്നും കെ. സുധാകരൻ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കെ.പി.സി.സി പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കാനാണ് എ.ഐ.സി.സി നിർദ്ദേശമെന്നും എന്നാൽ അതിനു മുൻപ് നിർദ്ദേശം ലഭിച്ചാൽ ഒഴിയുമെന്നും ഹസൻ പറഞ്ഞിരുന്നു. വിഷയത്തിൽ താനും സുധാകരനും തമ്മിൽ തർക്കമില്ല. ഉടൻ അദ്ദേഹം തിരിച്ചുവരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി തനിക്ക് അറിവില്ല. മാറിക്കൊടുക്കാതിരിക്കുക എന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. എ.ഐ.സി.സി നിർദ്ദേശം എന്തായാലും അത് അനുസരിക്കും. ഇതായിരുന്നു ഹസന്റെ വാക്കുകൾ. സുധാകരന്റെ കടുത്ത സമ്മർദ്ദത്തിന് പിന്നാലെയാണ് ചുമതലയേൽക്കാൻ ഹൈക്കമാൻഡ് അനുമതി നൽകിയത്. വിവാദം അവസാനിപ്പിക്കാൻ എ.ഐ.സി.സി ഇടപെടുകയായിരുന്നു. അതേസമയം കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം തനിക്ക് തരേണ്ട കാര്യമില്ലെന്നും പോയി ഒപ്പിട്ടെടുക്കാവുന്നതേ ഉള്ളൂവെന്നും സുധാകരൻ പറയുകയുണ്ടായി. ഇതിനുശേഷമാണ് ഇന്ന് സ്ഥാനമേറ്റെടുത്ത് സുധാകരൻ രംഗത്തെത്തിയത്. പ്രധാന നേതാക്കളുടെ അസാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ സ്ഥാനം ഏറ്റെടുത്തത്. വി.എസ്. അച്യുതാനന്ദനെ രാവിലെ തന്നെ അദ്ദേഹം പോയി കണ്ട് അദ്ദേഹത്തിന്റെ പിന്തുണയോടെയാണ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ സുധാകരൻ എത്തിയത്. മാത്രമല്ല ഹസനെതിരെയും സുധാകരൻ ആരോപണം ഉന്നയിച്ചു. ഹസൻ എടുത്ത ചില തീരുമാനങ്ങൾ ആലോചനയില്ലാത്തതാണെന്ന് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു.